ചേട്ടാ, തമിഴ്നാട്ടിൽ ഇപ്പോൾ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് പിന്നാലെ ഇടതു പാർട്ടികളായ CPIM, CPI, VCK തുടങ്ങിയ പാർട്ടികളും TVK പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളെ തന്നെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. ഈ വർഷങ്ങളായിട്ട് DMK ആയിട്ടുള്ള ഇടതു പാർട്ടികളുടെ ബന്ധം അവിടെ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ അതും ഒരു ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമായിരുന്നു 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടി തമിഴ്നാട് പോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്ത് 2 പ്രബല മുന്നണികളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിജയം പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ ആ ഒരു വിജയം തിങ്കളാഴ്ചയായിരുന്നു വോട്ടെണ്ണൽ, അതിനെ തുടർന്നുള്ള ഫലപ്രഖ്യാപനം. അതിനുശേഷം ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എന്നിട്ടും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. അതിന് പ്രധാന കാരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുൻ കേരള ഗവർണറാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ചുമതലയുള്ള ഗവർണറാണ്. അദ്ദേഹം TVKയെ, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നില്ല എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ 2 തവണയാണ് വിജയ് ഗവർണറെ നേരിട്ട് കണ്ട് സർക്കാർ രൂപീകരിക്കണം, ഇത്ര MLA മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള അവകാശവാദവുമായിട്ട് ഈ ഗവർണറെ കാണാനെത്തിയത്. പക്ഷേ 2 തവണയും വിജയ്ക്ക് അവിടെ നിന്ന് നിരാശനായി മടങ്ങിപ്പോകാനായിരുന്നു വിധി. പക്ഷേ ഇപ്പോൾ ഇന്ന് നിർണായകമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. TVKയുമായിട്ട് സഖ്യം, TVKയ്ക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ VCK, വിടുതലൈ ചിരുത്തൈ കക്ഷി, തിരുമാവളൻ്റെ പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികൾ CPI, CPM, ഈ 2 പാർട്ടികൾക്കും ഈ 2 സീറ്റുകൾ വീതമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ നിലവിൽ കോൺഗ്രസ് TVKയ്ക്ക് പിന്തുണ കൊടുത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു 2-3 ചെറു പാർട്ടികൾ കൂടി എത്തിയാൽ വിജയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനേക്കെല്ലാം അപ്പുറം തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ട് 2 രാഷ്ട്രീയ വൈരികൾ തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. DMK, ADMK 1972 MG രാമചന്ദ്രൻ എന്ന് പറയുന്ന തമിഴ്നാട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ, സിനിമാ താരം, അങ്ങനെ MGR 1972 DMK വിട്ടുവന്ന് ADMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഈ 2 പാർട്ടികൾ തമ്മിൽ വൈരമാണ്. അതിനുമപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സഖ്യം എന്ന് പറയുന്നത് അവരുടെ ചിന്തകളിൽ പോലുമില്ല, ഇന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധി തമിഴ്നാട്ടിൽ ഉടലെടുത്തിരിക്കുന്നു. ഈ 2 ദ്രാവിഡ പാർട്ടികളെ അട്ടിമറിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയായിട്ട് വിജയ് എന്ന് പറയുന്ന ഒരു 3ാം ബദൽ മാതൃക അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 പ്രസ്ഥാനത്തെയും നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിലേക്ക് നയിക്കുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ വിദൂര സാധ്യതകൾ മാത്രമാണുള്ളത്. കാരണം സ്റ്റാലിന് ഈ ഒരു നീക്കത്തോട് തീരെ താല്പര്യമില്ല. കാരണം DMK എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ചിരവൈരികളായ ADMKയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ തകർച്ചയിലേക്ക് വഴി തെളിച്ചേക്കും എന്നുള്ളൊരു ചിന്ത എന്തായാലും MK സ്റ്റാലിനുണ്ട്. പക്ഷേ MK സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ഉദയനിധി സ്റ്റാലിനാണ് വിജയെ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. കാരണം സ്റ്റാലിന് ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിൻ്റെ പിൻഗാമിയായി അവതരിപ്പിച്ച ഒരു യുവ നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ. ഒരുപക്ഷെ സിനിമകളിലൂടെ കടന്നു വന്നത്, അതിപ്പോൾ മുത്തു എന്ന് പറയുന്ന കരുണാനിധിയുടെ ഒരു മകനും അതോടൊപ്പം തന്നെ സ്റ്റാലിനും സിനിമയിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. അതേപോലെ തന്നെ സിനിമയിലൂടെ വന്ന് പിന്നീട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു യുവ നേതാവായി, DMKയുടെ യുവ നേതാവായി, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് സ്റ്റാലിൻ്റെ പിൻഗാമിയായി അവതരിപ്പിച്ച ഉദയനിധിയുടെ ഏറ്റവും വലിയ പേടി വിജയിനെയാണ്. കാരണം പണ്ട് കരുണാനിധിക്ക് സംഭവിച്ചതുപോലെ MGR വന്നതിന് ശേഷം പിന്നീട് MGR കരുണാനിധി 2 ദ്വയങ്ങളിലായി. അതോടൊപ്പം തന്നെ ജയലളിത വന്നതിന് ശേഷം ഇവർ കരുണാനിധിയുമായിട്ട് അങ്ങനെ തർക്കങ്ങളുണ്ടായി. അപ്പോൾ വിജയ് വരുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിന് അത് അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കൂടി തിരിച്ചടിയാകും വിജയ് എന്നൊരു കണക്ക് കൂട്ടൽ അയാൾക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സഖ്യനീക്കങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുമ്പോഴും DMK ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. TVK 6 മാസം ഭരിക്കട്ടെ, 6 മാസത്തേക്ക് ഞങ്ങളൊന്നിലും ഇടപെടാൻ വരുന്നില്ല, TVK സർക്കാർ രൂപീകരിക്കട്ടെ എന്നുള്ളൊരു വാദമായിരുന്നു സ്റ്റാലിൻ ഉന്നയിച്ചത്. പക്ഷേ സ്റ്റാലിൻ അവിടെ കുളത്തൂരിൽ പരാജയപ്പെട്ടതാണ്, അതുകൊണ്ട് നിയമസഭയിൽ അംഗമല്ല. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഈ DMK ADMK സഖ്യ നീക്കങ്ങൾ. അത് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് DMK ADMK സഖ്യം വരും എന്നൊരു രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ അവിടെ ADMKയുടെ പല നേതാക്കളും ഇത് റൂമേഴ്സ് മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ 107 MLA-മാരാണ് തമിഴ്നാട് നിയമസഭയിൽ TVKക്കുള്ളത്. അത് 107 എന്ന് പറയുന്നത് 108 സീറ്റുകളിൽ വിജയിച്ചെങ്കിൽ പോലും
വിജയ് പെരൻപൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് മത്സരിച്ചത്. ഈ 2 സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ 107 മാത്രമായി പോവും TVKയുടെ നിയമസഭയിൽ കക്ഷിനില. അങ്ങനെ വരുമ്പോൾ 5 കോൺഗ്രസ് MLA മാർ ഇതിനോടകം തന്നെ TVKക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ DMK ADMK സഖ്യ സർക്കാരുണ്ടായാൽ അവർ കേവല ഭൂരിപക്ഷവും കടന്ന് ഒരു സാമാന്യം ഭേദപ്പെട്ടൊരു 47 സീറ്റും 59 സീറ്റുമാണ്. DMKക്ക് 59 സീറ്റ്, ADMKക്ക് 47 സീറ്റ്. അങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില. അതിനോടൊപ്പം തന്നെ ഈ ചെറു പാർട്ടികളൊക്കെ കൂട്ടുമ്പോൾ SPA എന്ന് പറയുന്ന അവരുടെ അലയൻസ്, DMK അലയൻസിൽ 73 വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ വിജയുടെ TVK ടിക്കറ്റിൽ മത്സരിച്ച 107 MLA മാരും രാജിവെക്കും എന്നാണ് വിജയുടെ അവകാശവാദം. കാരണം അങ്ങനെ സംഭവിച്ചാൽ DMK ADMK സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ വിജയുടെ പക്കലുള്ള ഈ 107 MLA മാർ രാജിവെച്ചാൽ അതൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും പിന്നീട് അവിടെ മറ്റൊരു ഇലക്ഷൻ ആഗതമായിരിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്താൽ DMKക്ക് തന്നെയാണ് ദോഷകരമാവുക. കാരണം തമിഴ്നാട്ടിൽ ജനവിധി മാനിച്ചുകൊണ്ട് TVKക്ക് ഭരിക്കാൻ അവസരം ഒരുക്കേണ്ടത് DMKയുടെയും ADMKയുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം അങ്ങനെ സംഭവിച്ച ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി സംസ്ഥാനം വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഇപ്പോഴുള്ള പ്രതിസന്ധി ഒന്നും TVKക്ക് ഉണ്ടാവില്ല എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 2 പാർട്ടികളും ചേർന്നാൽ അത് അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ വോട്ടർമാരോട് കാണിക്കുന്ന നന്ദികേടിന് തുല്യമാണ്. അങ്ങനെ വന്നാൽ ഒരു ഇലക്ഷൻ കൂടി തമിഴ്നാട്ടിൽ സംഭവിച്ചാൽ നിസ്സംശയം പറയാം, വിജയ് കേവല ഭൂരിപക്ഷവും കടന്ന് ഈ പറയുന്ന 200 സീറ്റുകളിലേക്ക് TVKയുടെ സീറ്റ് നില വർദ്ധിച്ചാൽ പോലും സംശയിക്കാനില്ല. കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് വിജയ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ വിജയ് ഈ കഴിഞ്ഞ ദിവസം ഗവർണറുമായിട്ട് വിജയ്ക്ക് ഭരണതലത്തിലൊരു പരിചയക്കുറവുണ്ട്. അതാണ് സർക്കാർ രൂപീകരിക്കുന്നതിൽ ഇത്ര വലിയൊരു കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ട് വിജയ് പിന്തുണക്കത്ത്, അതായത് TVKയുടെ 107 MLA മാർ ഒപ്പിട്ട പിന്തുണക്കത്ത് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഒറ്റകക്ഷിക്ക് സർക്കാർ രൂപീകരിക്കാൻ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഗവർണർ അനുമതി കൊടുക്കുന്നതാണ്. പക്ഷേ ആ ഗവർണറെ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് TVKയുടെ 107 MLA മാരോടൊപ്പം വിജയുടെ പുതിയ സഖ്യത്തിലേക്ക് വരുന്ന 5 കോൺഗ്രസ് MLA മാർ കൂടി ഒപ്പിട്ടൊരു പിന്തുണക്കത്താണ് വിജയ് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കൈമാറിയത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഒറ്റക്കക്ഷിയല്ല, ഇതൊരു സഖ്യകക്ഷിയാണെന്നുള്ളൊരു നില വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഗവർണറുടെ മുന്നിലല്ല, TVK ഒറ്റക്കക്ഷിയാണ്, അത് തെളിയിച്ചു. പക്ഷെ അതിനുമപ്പുറം ആ കേവല ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി വിജയ്ക്ക് നീട്ടിക്കിട്ടും. പക്ഷേ ഇത്തരമൊരു തെറ്റ് വിജയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. കാരണം 107 TVK MLA മാരോടൊപ്പം ഈ 5 കോൺഗ്രസ് MLA മാരുടെ ഒപ്പുകൂടി ഇട്ട ഒരു പിന്തുണക്കത്താണ് ഗവർണർക്ക് കൈമാറിയത്. അതാണ് ഒരു പക്ഷേ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നീക്കത്തിൽ നിന്ന് വിജയെ ഗവർണർ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരനുമതി നൽകാത്തതിന് കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ഇടത് കക്ഷികളുടെയും അതുപോലെ തന്നെ VCKയുടെയും, അതായത് CPMൻ്റെ CPIയുടെ വിടുതലിൽ ചിരുത്തകൾ കക്ഷി, അങ്ങനെ ഈ 3 പ്രസ്ഥാനങ്ങളുടെ നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ഈ നേതൃയോഗങ്ങൾ ഇന്ന് വൈകിട്ടോടെ പൂർത്തീകരിക്കും. ഈ പൂർത്തീകരണത്തിന് ശേഷം ഇവരെടുക്കുന്ന നിലപാട് വിജയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം കോൺഗ്രസിനോടൊപ്പം ഈ 3 കക്ഷികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു വെല്ലുവിളിയെ താൽക്കാലികമായിട്ടെങ്കിലും മറികടക്കാൻ വിജയ്ക്ക് സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ നാളെയോ മറ്റന്നാളോ വിജയുടെ സത്യപ്രതിജ്ഞ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം തന്നെ, ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള പറയുന്നു TVK, അതായത് വിജയിയെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണം, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനലിൽ ചർച്ചയിൽ അർണബ് ഗോസ്വാമി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറോട് ചോദ്യം ചോദിച്ചു, നിങ്ങളെന്താണ് സർക്കാർ രൂപീകരിക്കാൻ TVKയെ അനുവദിക്കാത്തത്, ഭരണഘടനയെ അട്ടിമറിക്കാൻ? അപ്പോൾ ഗവർണർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് താൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ് അത്തരമൊരു അനുമതി TVKക്ക് കൊടുക്കാത്തതെന്നാണ്. എന്തായാലും ഈ സംഘപരിവാറുകാരനായ ഗവർണർ ഇത്തരത്തിൽ അവിടെ ഒരു ഭരണം, അതായത് ADMKയെ TVKയുടെ തൊഴുത്തിലേക്ക് കെട്ടാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. കാരണം ADMKയുടെ മുന്നണിയിൽപ്പെട്ടതാണ് ഈ പറയുന്ന BJPക്ക് ഒരു സീറ്റാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. അങ്ങനെ വരുമ്പോൾ BJPക്കും തമിഴ്നാട്ടിലൊരു അക്കൗണ്ട് തുറക്കാൻ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരണത്തിൽ BJPക്കും ഒരു പ്രാതിനിധ്യം കിട്ടും. അത്തരമൊരു സാഹചര്യത്തിലേക്കാണോ സംഘപരിവാറുകാരനായ ഗവർണർ തമിഴ്നാട് രാഷ്ട്രീയത്തെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിറയുന്നുണ്ട്. എന്തായാലും ഈ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ കിട്ടിയേക്കും. അങ്ങനെ സംഭവിച്ചാൽ വിജയ് 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതല്ല മറ്റൊരു അസാധാരണമായിട്ട്
DMK ADMK സഖ്യം അവിടെ സംഭവിച്ചാൽ 1972 ശേഷം ആ ഒരു പരസ്പര വൈരം 50 വർഷങ്ങൾക്കിപ്പുറം മറന്ന് ഈ രണ്ട് കക്ഷികൾ ഒന്നിച്ചാൽ തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നത് മറ്റൊരു രീതിയിലേക്കാകും. 107 MLA മാർ രാജിവെക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കങ്ങൾ നിസ്സാരമായിരിക്കില്ല എന്നുറപ്പാണ്.